ക്രിസ്മസ് കാലം നക്ഷത്ര വിളക്കുകളുടെ ഉത്സവകാലമാണ്. എന്നാൽ വൈദ്യുതിയുടെ പിൻബലത്തിൽ കത്തിജ്വലിക്കുന്ന നക്ഷത്ര വിളക്കുകൾക്ക് വൈദ്യുതി അണഞ്ഞുപോയാൽ തനിമയില്ല, പുതുമയില്ല, ജീവനില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഈശോ മിശിഹായാണെന്ന്. യേശു ഒരിക്കൽ സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന്. യേശു ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ തമസോമ ജ്യോതിർഗമയ എന്നാണ് കിഴക്ക് നിന്ന് വന്ന 3 ജ്ഞാനികൾ പ്രാർത്ഥിച്ചത്. ക്രിസ്മസ് നക്ഷത്രം അവർക്കും വഴികാട്ടിയായിരുന്നു. യേശുവിൻ്റെ ജന്മഗൃഹത്തിലേക്ക് എല്ലാവരെയും നയിക്കുക എന്നുള്ളതാണ് ഇന്നും ഒരു ക്രിസ്മസ് വിളക്കിൻ്റെ ദൗത്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്ത് പിറവി കൊണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ ഈശോ മിശിഹ മാത്രമാണ്. വാനിലെ നക്ഷത്രം കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളെ എത്തിച്ചത് കാലിത്തൊഴുത്തിൻ്റെ ഉൾവട്ടങ്ങളിലേക്കാണ്. എന്നാൽ പിന്നീട് അവരുടെ മടക്കയാത്ര കാലിത്തൊഴുത്തിലെ കുഞ്ഞിൻ്റെ മുഖപ്രകാശം കണ്ട ഉൾവട്ടത്തിൽ ആയിരുന്നു. കാലിത്തൊഴുത്തിലെ ദിവ്യപ്രകാശം അവരെ നിശ്ചയമായിട്ടും രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവരുടെ മടക്കയാത്രയിൽ വഴിയരികിലെ മിന്നാമിനുങ്ങളെ കണ്ട് അവർ ഭ്രമിച്ചില്ല. വഴിയിലെ മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹെറോദസിൻ്റെ കൊട്ടാരമായിരുന്നു. മടക്കയാത്ര മധുരതരമായിരുന്നു. എന്നാൽ ബേത്ലഹേമിലേക്കുള്ള യാത്ര വിരസവും ദുർഘടവുമായിരുന്നു. മടക്കയാത്രയിൽ ദൈവപുത്രനെ ആവോളം ആസ്വദിച്ചതിൻ്റെ സന്തോഷത്തിൽ, കൺകുളിർക്കെ കണ്ട സന്തോഷത്തിൽ അവര് ആനന്ദ തുന്തുലിതരായി മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് നക്ഷത്രങ്ങളും ഈശോ മിശിഹ ജനിച്ച നമ്മൾ ആവിഷ്കരിക്കുന്ന പുൽക്കൂടുകളും നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം നമ്മളെ കുറച്ചുകൂടി യേശുവിലേക്ക് രൂപാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.